ഹലോ ഫ്രണ്ട്സ്, നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാനിവിടെ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെറും 3 സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ആദ്യം ഒരു സ്റ്റീൽ പാത്രത്തിൽ അല്പം വെള്ളം വയ്ക്കുക. അതിൻ്റെ മുകളിൽ പൊട്ടാത്ത തരത്തിലുള്ള പാത്രങ്ങൾ, ചില്ല് പാത്രമാകാം, പൊക്കറി ഐറ്റംസോ, അത് എന്തെങ്കിലും ആവാം. വെള്ളത്തിൽ മുട്ടരുത്, മുട്ടാത്ത വിധത്തിൽ വേണം വയ്ക്കാൻ. തീ വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ, അല്പം ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. അഥവാ ഒന്ന് കട്ടിയായിട്ടുണ്ടെങ്കിൽ 4 സ്പൂൺ തികയുന്നില്ലെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം 4 സ്പൂൺ പാൽപ്പൊടി, അതായത് എവരിഡേയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മിൽക്ക് പൗഡർ ആണെങ്കിലും എടുക്കാം. അത് 4 സ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ കട്ട വരികയാണെങ്കിൽ അല്പം കൂടെ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഒത്തിരി തീ വേണ്ട, ഇത് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 തുള്ളി ഏലക്കായുടെ എസൻസ്, 2 തുള്ളി ഒഴിക്കാവുള്ളൂ. അതിൻ്റെ ഏലക്കായുടെ തരിയോ ഒന്നും ഇടരുത്. 2 തുള്ളി അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. അത് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിത് നമ്മുടെ ഐസൊക്കെ വയ്ക്കുന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഈ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചൂടോടുകൂടി ഇതൊഴിച്ച് വയ്ക്കാം. ഇച്ചിരി കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി. ഇത് കണ്ടല്ലോ, ഇത് എല്ലാത്തിലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. അത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് പുറത്തേക്ക് എടുക്കുന്നത്. എന്നാൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ,
ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് മുന്നേ 2 റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. പുതിയ റെസിപ്പിയുമായും ഇനിയും കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു.